ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു പോഡ്കാസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതെ അതെ, കാറിന്റെ കാറിന്റെ പോഡ്കാസ്റ്റ്. രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അല്ല, രണ്ടാമത്തെ വീഡിയോ. കാരണം ഒരു റിവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മള്. അതെ അതെ. അപ്പോഴും നമ്മളെ വീട് ഒക്കെ സെറ്റായി അല്ലേ, എല്ലാവർക്കും ഭയങ്കര സന്തോഷം അല്ലേ, നമ്മളെ സബ്സ്ക്രൈബറിനൊക്കെ ഭയങ്കര സന്തോഷം. വ്യൂസ് 100K ഒക്കെ അടിച്ച് കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു 100K അടിക്കുന്നത്. നമ്മളും ഹാപ്പിയാണ്. അതിന്റെ ഫീഡ്ബാക്കും നല്ലൊരു പോസിറ്റീവ്, ഭയങ്കര സന്തോഷമായി. ഇനി അതിന്റെ അകത്ത് ഒരുപാട് പണികളുണ്ട്. അതിനു മുമ്പ് നമ്മൾ തൽക്കാലം കാറിന്റെ അകത്തും പറമ്പിലും ഒക്കെ വെച്ച് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യും. പിന്നെ ഗ്രാൻഡ് ആയിട്ട് നമ്മൾ പിന്നെ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വരും. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇപ്പം കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് പാപ്പരാസികളുടെ നുഴഞ്ഞുകയറ്റം. കേരളത്തിൽ പാപ്പരാസികളുടെ ഒരു അഭിനിവേശം. അതെ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പാപ്പരാസികളുമായിട്ടുള്ള നമ്മളെ എൻകൗണ്ടർ ഉണ്ട്, നമുക്കും അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് സാബു അണ്ണനിൽ നിന്നാണ് തുടങ്ങുന്നത്. അതെ, ഈ പാപ്പരാസിയുടെ ഈ ആൾക്കാർ ഇങ്ങനെ ഒന്ന് കത്തി, മീഡിയയിലൊന്ന് കത്തി അതിനൊരു ചർച്ച വെച്ചത് സാബു ഒരു വീഡിയോയിൽ നിന്നാണ്. അതെ, ഒരു സാബു മോൻ ഇത് വീഡിയോയില് ഷൂട്ട് ചെയ്ത് പുള്ളിക്കാരന്റെ ഷൂട്ട് ചെയ്യുന്നത് പുള്ളിക്കാരെ ഷൂട്ട് ചെയ്തിട്ട് അത് ഭയങ്കര രീതിയിൽ ചർച്ചയായി. അത് സോഷ്യൽ മീഡിയയിൽ ആദ്യം ചെയ്തത് രഞ്ജിനി ഹരിദാസാണ്. രഞ്ജിനി ഹരിദാസാണ് ആദ്യം അവരുടെ അടുത്ത് കല്യാണത്തിന്റെ കാര്യം എന്താ ചോദിക്കുമ്പോ അവരെ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ഈ ഒരു സുന്ദരനായ ഒരു ചേട്ടൻ നിപ്പുണ്ട്, ചേട്ടന്റെ കല്യാണം ആയോ? അപ്പൊ പുള്ളിയുടെ കല്യാണം ആയില്ല. അപ്പൊ അങ്ങനെ പുള്ളിക്കാരിയാണ് ആദ്യം ആ ഒരു സാധനം കൊണ്ടുവന്നത്. പിന്നീട് സാബുണ്ണൻ പുള്ളി മൊത്തത്തിൽ തന്നെ നേരത്തെ അത് പറയുന്നുണ്ട്, ഈ പാപ്പരാസിയെ പറ്റിയും അവരെ ഇതിനെ പറ്റിയും ശല്യം ആണെന്നുള്ള കാര്യമൊക്കെ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കും അതൊരു എൻകൗണ്ടർ ചെറിയ രീതിയിലായാലും നമുക്കും അനുഭവം ഉണ്ട്. ഇപ്പൊ വിനുവിനാണ് എനിക്ക് തോന്നുന്നു കൂടുതലുള്ളത്. ഈ അടുത്തിടയ്ക്ക് ഒരുപാട് വീഡിയോ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഓടുന്നുണ്ട്. അങ്ങനെയല്ല ഗൈസ്, ഞാന്ന് വെച്ചാൽ നമ്മളത്ര ഫേമസ് ഒന്നല്ല, പക്ഷെ എന്നാലും നമ്മള് വിചാരിച്ചില്ല. കാർത്തികിന്റെ കല്യാണത്തിന് പോകുമ്പോ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഈ ഒരു സാധനം കൂടെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു മെന്റാലിറ്റി ഒന്നുമില്ല. കാര്യം നമ്മൾ അങ്ങനെ വലിയ ആളൊന്നും അല്ലല്ലോ, നമ്മളാർക്കും അറിയത്തുമില്ല. അപ്പൊ അങ്ങനെ ഞാനും ശ്രീകാന്തും, പിന്നെ ശ്രീകാന്തും കൂടെ വേണമായിരുന്നു ഇവിടെ. ഞാനും ശ്രീകാന്തും അഖിലേഷും കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ എവനും ഉണ്ടായിരുന്നു, അൻഷാദും ഉണ്ടായിരുന്നു. അപ്പൊ അൻഷാദും കൂടെ നമ്മൾ നാലുപേരും കൂടെ ഫ്രണ്ടിൽ പോയി ചായ പിടിക്കാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഇവരെല്ലാരും കൂടെ ഇങ്ങനെ വരണം. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ധൈര്യപൂർവ്വം മറ്റേ ഇതിലൊക്കെ യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതെ ബ്രോ, ഇതിനൊക്കെ വരുന്നു ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ എല്ലാരും കൂടെ ഇങ്ങ് വന്നു. അപ്പൊ ഞാൻ ഓടി. അത് കോമഡി പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഓടി, അൻഷാദ് പിറകിലോടി. അൻഷാദിന്റെ കയ്യിലൊക്കെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അൻഷാദ് പിറകിലോടി, ഞാൻ അങ്ങോടി. പിന്നെ ശ്രീകാന്ത് സ്പീഡിൽ നടന്നു. ശ്രീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓട്ടം അല്ല, ശ്രീകാന്ത് അല്ലല്ലോ ഓടണം. അവൻ അങ്ങനെ ഇവനെ പോലെ അങ്ങനെ ഓടിക്കളയൂല ശ്രീകാന്ത്. ഇത് അല്ല, ശ്രീകാന്ത് സ്പീഡ് നടത്തത്തിന് മറ്റേ സ്പീഡായിട്ട് നടക്കൂലേ, അത് നമുക്ക് വേണമെങ്കിൽ മറ്റേ ചില ക്ലിപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഞാൻ നോക്കിയപ്പോ ഭയങ്കര നടന്ന. ഈ ശ്രീകാന്തിന് ആദ്യമേ ഇങ്ങനെ ഈ ആദ്യം ചോദിക്കുമ്പോഴേ ശ്രീകാന്ത് മൊബൈൽ പക്ഷെ ഫുള്ള് ബ്ലാക്ക് ആണ്, സ്ക്രീന് ബ്ലാക്ക്. അവ ഇങ്ങനെ നോക്കിയൊക്കെ പോണം. അവര് മുഖം കാണുമ്പോഴേ അറിയാം ഒരു വെപ്രാളമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. സ്പീഡിൽ നടന്നു ഇങ്ങനെ തോളിങ്ങനെ. എന്നിട്ട് പിന്നെ ഓൺ എയർ എന്നും പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ വെറൈറ്റി സാധനമാണ്. അപ്പൊ ആ പുള്ളി ഇങ്ങനെ വെച്ചിട്ട് പണി എടുക്കണ്ടേ ശ്രീകാന്ത് ബ്രോ, തിരിഞ്ഞു നോക്കുന്നത്. ശ്രീകാന്ത് ഇങ്ങനെ നടക്കും, ഇങ്ങനെ സ്പീഡ് നടക്കുന്ന പുള്ളി ഒന്ന് തിരിഞ്ഞു നോക്കോ ശ്രീകാന്ത് ബ്രോ. അത് ആ ഡയലോഗ് കിടിലാണ്. പുള്ളിയുടെ വോയിസ് ഭയങ്കര കോമഡിക്കാണ്.
അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ആ എക്സ്പീരിയൻസ്. ആ ടൈമില് നമ്മളവിടെ ഇല്ലായിരുന്നു, നമ്മള് ഇവര് പിന്നീട് രണ്ടാമതാണ് വന്നത്. രണ്ടാമത് വന്നപ്പോ അവിടെ ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ല. പിന്നെ നമ്മൾ കേറി. പിന്നീട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു ടൈമിലായിരുന്നു വന്നത്. അതപ്പോഴും ഇവര് പറഞ്ഞുള്ള നമുക്കുള്ള ഒരു നമ്മള് അതല്ല, അത് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മള് രാവിലെ ഒരു പടമൊക്കെ കഴിഞ്ഞിട്ട് ആണ് കല്യാണത്തിന് പോയത്. അപ്പൊ നമ്മള് വന്നപ്പോഴത്തേക്ക് അവിടെ അങ്ങനെ വലിയ ഈ ഓൺലൈൻ മീഡിയ കാണുമെന്നൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത്ര ഇതില്ലായിരുന്നു. ഇവര് ഭയങ്കര പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് അല്ല, നമ്മള് യൂട്യൂബിൽ ലൈവ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ മേക്കപ്പ് വരെ ഇട്ട ഇല്ല, ഞാൻ ദാസേട്ടൊരു കൂട്ടുപോയതല്ലേ, ഡ്രോപ്പ് ചെയ്തതാ. അതെ. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയപ്പോ അങ്ങനെ ഫ്രണ്ടിലൊന്നും ആരുമില്ല. നമ്മൾ കൂളായിട്ട് കയറി നടന്ന് അകത്ത് വന്നപ്പോ നിങ്ങൾ കഥ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഓട്ടിച്ച്. അപ്പൊ നമ്മളിങ്ങനെ അയ്യോ നമ്മള് ഇതൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ആഷിമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റേ ഞാൻ ഓടിന്ന് കേട്ടപ്പോഴേ അവന് അയ്യോ ഇതെപ്പ വീഡിയോ അങ്ങനെ നമ്മള് പിന്നെ കല്യാണത്തിന് ഇവരൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് എന്നിട്ട് ഇറങ്ങിയ സമയത്താണ് വീണ്ടും അറ്റാക്ക് വന്നത്. ഇറങ്ങി നമ്മളിങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ എങ്ങനെ പോവാന്ന് കമ്മര കാർ അവിടെ എങ്ങോട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ പോവാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചുമ്മാ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ഒരാളിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ പൊങ്ങി, അല്ല സൂം ചെയ്യുന്നു. S25 ഇങ്ങനെ പൊങ്ങിയിട്ട് ഇങ്ങനെ സൂം ചെയ്യുമ്പോ നമുക്ക് അറിയാലോ ഇങ്ങനെ സൂം. അപ്പോഴ് ഞാൻ എന്തോ ഒച്ചത്തിൽ എന്തോ സംസാരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പോഴും ചുമ്മാ ഒന്ന് പതുക്കെ പറയൂടെ. പിന്നെ പുള്ളി വന്ന് അപ്പോഴും നമ്മൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മള് അല്ല അപ്പൊ പിന്നെ നമ്മള് കംഫർട്ടബിൾ ആയി. നമ്മള് ബ്രോ ഇതാണ് ബ്രോ കുഴപ്പമില്ല നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ അടുത്ത് ഞാൻ ഏതോ ചാനൽ നിന്ന് കണ്ട് ചോദിക്കും. അപ്പൊ പുള്ളി ഓൺലൈൻ മീഡിയ അത് നല്ലൊരു തരം. അപ്പൊ ഇവര് വിടൂല, ഇവര് പുറകെ വരും. അതാണ് ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയാ, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വലിയ ഇതുമല്ല, പക്ഷെ നമ്മള് പോലും നമുക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ സാധാരണ ഇത്തിരി ഫേമസ് ആയുള്ളവർക്ക് എങ്ങനെയായിരിക്കും. അതെ, അത് നമ്മൾ അപ്പോഴാണ് ആലോചിച്ചു. അലിൻ ജോസ് പെരേര, ഈ ആറാട്ടണ്ണനെയൊക്കെ ഇവരിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴേ പിന്നെ അവരെ പൊക്കിക്കൊണ്ടുവന്നവരാണ്. പക്ഷെ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മള് പെട്ടെന്ന് ഒത്തിരി പേടിച്ചു വെറുത്തു. അത് ഒരു സമയമാകുമ്പോഴത്തേക്കും ആദ്യം 2-3 പേര് അപ്പൊ കുഴപ്പമില്ല, നമുക്ക് കംഫർട്ടബിൾ ചെയ്യാം. പിന്നെ അങ്ങോട്ട് ഒരു കൂട്ടം. പിന്നെ നമുക്ക് വേറെ ഫീലും വരും, നമ്മളെന്തോ സംഭവമാണല്ലോ. വെളിയിലുള്ള ഒരു ഏതോ കനത്ത സെലിബ്രിറ്റിയാണ് നമുക്കൊരു തോന്നുന്നു, നമ്മള് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. അത് അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അത് എൻജോയ് ചെയ്യും. പക്ഷെ നമുക്കാണെങ്കിൽ അത് ഒരു വല്ലാത്തൊരു സാധനം തന്നെ. പിന്നെ കുറെ ആന്റിമാരും ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഈ സ്ത്രീകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടെന്നേ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇതിലും സ്ത്രീ ശാക്തീകരണം ഉള്ളെന്ന് പറയുന്നതിൽ സന്തോഷം. അതെ, ഒരുപാട് പേരുണ്ട്. ചാനലുകൾ എനിക്ക് തോന്നുന്നു ഫ്രീ കണ്ടന്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. പിന്നെ എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആർക്ക് വേണോ നല്ല വലിയ ഫോണുകൾ, ചെറിയ ഫോണുകൾ, നല്ല ഫോണുകൾ. ഇവർക്ക് ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്ന, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ കാണും, അറിയുമ്പോൾ അങ്ങ് വരുമായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ചെറിയൊരു അനുഭവം. പിന്നെ ഇവരെ ക്വസ്റ്റ്യൻസ് അത് പറയാതിരിക്കാൻ പറ്റും. ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് അല്ല ടൈറ്റിൽ ഇടുന്നത്, ചോദിക്കുന്ന ക്വസ്റ്റ്യനും ഒരു കല്യാണം എപ്പോഴാ ബ്രോ, കല്യാണം ആയോ ബ്രോ, കൂടെ ആരാ വന്നിരിക്കുന്നേ, അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കാം. നമ്മളെ അടുത്ത് ചോദിച്ചില്ല, വേറെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരുമാതിരി നമുക്ക് ചൊറിഞ്ഞു കയറി വരും. അത് ഇപ്പൊ മറ്റേ ഗോകുൽ സുരേഷിന്റെ അടുത്ത് അനിയനെ കോൺട്രവേഴ്സിയെ കുറിച്ച്, അനിയന്റെ ആക്ടിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് കുറച്ച് സുരേഷ് ഗോപി കറക്റ്റ് ആ സൗണ്ടൊക്കെ അത് തന്നെ, സുരേഷ് ഗോപി തന്നെ. നമ്മൾ പാപ്പരാസികൾക്ക് കൊടുക്കില്ല. മീഡിയ ആണെങ്കിൽ തരയില്ലെങ്കിൽ മീഡിയക്ക് മാത്രമേ ഞാൻ കൊടുക്കൂ. ഈ പാപ്പരാസി എന്ന് പറയുന്നത് നമ്മളെ ഇതിൽ കുറച്ച് മുമ്പേ, ഒരു 2 വർഷം മുമ്പേ ഒക്കെ വരുവുള്ളൂ അല്ലേ. 2 വർഷമല്ല, കോവിഡ് ഒക്കെ ഈ യൂട്യൂബിലൊക്കെ ഒന്ന് ഈ ആൾക്കാര് വന്നു തുടങ്ങിയ സമയം തൊട്ടാണ്. എനിക്ക് തോന്നുന്നു ആദ്യം ഇതിന്റെ കേരളത്തിലൊരു എവല്യൂഷൻ വന്നത് തിയേറ്റർ റിവ്യൂ എടുത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. തിയേറ്റർ റിവ്യൂ ഇങ്ങനെ വിനീത തിയേറ്ററിൽ ഓരോ റിവ്യൂവും, പിന്നെ ആറാട്ടെണ്ണനാണ് അതിന്റെ തുടക്കം. ഒരു വേവ് കൊണ്ടുവന്നു, ഒരു വേവ്
പക്ഷെ അതിന് മുന്നേ ഉണ്ട് ഈ സാധനം. ഈ പാപ്പരാസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പണ്ട് ഈ ബോളിവുഡില് ഹോളിവുഡിലൊക്കെയാണ് എപ്പോഴും കാണുന്നത്. TMC എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അവർ ഈ പാപ്പരാസിയാണ്. അപ്പൊ നമ്മൾ അതിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അവരിങ്ങനെ വന്നിട്ട് നമ്മള് അത് തന്നെ നമ്മള് ഇപ്പം ബോളിവുഡിലൊക്കെ ഓരോ ജിമ്മിലിന്റെ ഫോട്ടോ കാണുമ്പോ ഇവിടെയൊന്നും അത് ഇല്ലല്ലോ. മറ്റേ പണ്ട് ഈ ക്യാമറ എടുത്തിട്ട് ഇച്ചിരി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പരിപാടിയായിരുന്നു ഈ കൂടുതൽ ഫോട്ടോസ് ആണ് അവര്, വീഡിയോ റീലൊന്നും അല്ല. അത് അവരങ്ങനെ ചോദിക്കാറുമില്ല, അവരങ്ങനെ നിന്നു ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പരിപാടി. എന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ജിയോയൊക്കെ വന്ന് വിപ്ലവം സൃഷ്ടിച്ചതിന് ശേഷം എല്ലാരും അങ്ങ് തുടങ്ങി. ഇവിടെ സിനിമാ താരങ്ങളാണ് കൂടുതലും അനുഭവിക്കുന്നെങ്കിൽ ഇപ്പം യൂട്യൂബർമാരുടെ പുറകെ ഉണ്ട്. യൂട്യൂബർമാരുണ്ട്, പിന്നെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു പുതിയൊരു സംഭവമാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ ആൾക്കാർ ഇങ്ങനെ റെസ്പോൺസീവ് ആണ്. ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേ അവര് പ്രതികരിക്കും. അത് പിന്നെ പ്രതികരണമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വൈറൽ ആവാനുള്ള രീതിയിൽ അവര് ചിലപ്പോഴൊക്കെ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അവരെ മാത്രമായിട്ട് അങ്ങനെ ഫുള്ളി കുറ്റം പറയാനൊന്നും പറ്റൂല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാറണ ഒരു സോഷ്യൽ മീഡിയ ലോകത്തിലൊരു സംഭവമാണ്. അത് നമുക്കത് തടയാനൊന്നും പറ്റൂല, അല്ലേ? പറ്റൂല. ഇതൊരു ഓൺലൈൻ ഇതില് നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ഫേമസ് എന്തെങ്കിലും നമ്മൾ ആ ഒരു പ്രിവിലേജ് എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലേ? പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരിക്കാന്നുള്ളത് അത്രേ ഉള്ളൂ. കാര്യം എനിക്കാണ് കുറച്ചുകൂടെ കോൺഷ്യസ് ആവും ആൾക്കാർ. കാര്യം ഇവര് ഇടുന്ന ടൈറ്റിൽ എന്താണ്, പിന്നെ ഇവരെന്ത് നെഗറ്റീവാണ് കൊടുക്കാൻ പോണതെന്നൊന്നും അറിയില്ല. ചിലപ്പോ പറയണത് വേറെ ഒന്നായിരിക്കും, ഇടുന്ന ടൈറ്റില് വേറെ ഒന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒരു പേടിയും കൂടെയാണ്, പേടിയും കൂടെയാണ്. പിന്നെ ഇവര് മുഖം കാണിക്കൂല, ഇവർക്ക് ഐഡന്റിറ്റി ഇല്ല. ഇവർക്കൊരു പേര്, ഒരു ചാനലിന്റെ പേര് മാത്രമേ ഉള്ളൂ. അതാണ് ആ സാബുമോനാവട്ടെ അവര് തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോ അവർക്ക് ഐഡന്റിറ്റി, അത് മുഖം പൊത്തി ഓടെയാണ്. അവർക്ക് ചെയ്യണ നല്ലൊരു ജോലിയാണെങ്കിൽ എന്തിനാണ് അവർ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കണം? അവരെന്തിനാണ് ഇത്രയും ബാക്കിയുള്ളവരെ മുഖമൊക്കെ എടുത്തിട്ട് അവരിങ്ങനെ മുഖം പൊത്തണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീലക്കുയില് മോഹമൊക്കെ കാണിച്ചല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മോഹമൊക്കെ പൊത്തി മറ്റേ എന്താ കേസിലൊക്കെ പിടിച്ചിട്ട് നമ്മള് ഇങ്ങനെ വെക്കൂലേ, അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ഷൂട്ട് ചെയ്തിട്ട് മുഖമൊന്നും പൊത്താതെ ഇതാണ് ഞാനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഇമ്പാക്റ്റും വരൂലായിരുന്നു, അല്ലേ? അവരെ പ്രൈവസിക്ക് ഇതുണ്ട്, നമ്മളെ പ്രൈവസിക്ക് ഒന്നും ഇല്ലാത്തുള്ള രീതിയിലായി. അത് ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. കാരണം നിങ്ങൾ സെലിബ്രിറ്റി അല്ലേ, നിങ്ങളല്ലേ ഇത് എന്തിനും വെക്കും. പക്ഷെ അവരെ ഇത് എടുക്കുമ്പോ അവർ ഓടിക്കളയണം, അല്ലേ? അത് മോശം. അത് എനിക്ക് തോന്നുന്നു അവർക്ക് നാണക്കേടായിരിക്കും. അവർ ഈ ചില ആംഗിളുകളിലൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിടുന്നത്. അതിന്റെ അപ്പോഴേ ഒരു ഡിഗ്നിറ്റി ഇല്ലല്ലോ. മോശം തൊഴിലാണോ ഇതൊരു മോശമായിട്ടുള്ള കാര്യമായോണ്ടല്ലേ മോഹം പൊത്തണം. അപ്പോഴ് അത് ന്യായീകരിക്കാനും പറ്റൂല. അവർക്ക് ഇതല്ല, പൈസ എന്നുള്ള മോട്ടിവേഷൻ മാത്രമാണ് അവര് വർക്ക് ചെയ്യുന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ആവും അങ്ങനെ മോഹൊക്കെ പൊത്തി നടക്കുകയാണെങ്കിൽ. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആംഗിളും എനിക്ക് തോന്നുന്നു ഇപ്പം ഈയിടെയായിട്ട് പഴയ പോലത്തെ ഒരു ഇത് ഇല്ലെന്ന് തോന്നുന്നു ഓൺലൈൻ മീഡിയക്കും. അങ്ങനെ ഒരു ഈ ഒരു മോശമായിട്ടുള്ള ഇതേ സമയത്ത് നീലക്കുയിൽ ഒരുപാട് മാറി കേട്ടു. എക്സ്പോസ്ഡ് ആയപ്പോ കുറച്ച് നന്നായി പുള്ളി മോഹൊക്കെ കാണിച്ച് മറ്റേ ഒരു അവാർഡും കൊടുത്തു, സ്റ്റേജിൽ വിളിച്ചെടുത്ത് ഒരു അവാർഡ് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മാറിക്കാണ്. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ കൊറേ ആംഗിളുകൾ കാണിച്ചിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആംഗിള് എനിക്ക് തോന്നുന്നു കേരളത്തില് ഇതാക്കിയത് പുള്ളിക്കാരനാണെന്ന് തോന്നുന്നത്. ഹൈ ആംഗിൾ, ലോ ആംഗിൾ, മറ്റേ അതിലെ സാധാരണ പറയണുണ്ട് എന്റെ ലോ ആംഗിൾ പിടിച്ചു വെച്ച് എടുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു ഇപ്പൊ നമ്മള് അത്ര സെലിബ്രിറ്റീസ് അല്ല, നമ്മള് ആണുങ്ങളാണ്, നമുക്ക് തന്നെ ഒരു ഡിസ്കംഫോർട്ട് തോന്നി. പക്ഷെ അപ്പൊ ഈ ഒരു ഫീമെയിൽ സെലിബ്രിറ്റി സിനിമ അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കൊക്കെ എന്തോരം അൺകംഫർട്ടബിൾ ആവും. കാരണം ഒരു ഫാഷൻ ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോൾ ഇപ്പം വൾഗറായിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു ആംഗിളിന്റെ ഇത് മതി ആ ഒരു ഡ്രസ്സ് വൾഗറായിട്ട് തോന്നാൻ. അപ്പോഴവർ അത് മാത്രം ഫോക്കസ് ചെയ്ത് റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോ അതൊരു തെറ്റ് തന്നെയാണ്. അത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്, അല്ലേ? ഡിസ്കംഫോർട്ട് അവർ ആ കൊണ്ടാണ് ഒരു ഡിസ്കംഫോർട്ട് എന്ന് പറഞ്ഞാൽ അത്
അപ്പൊ അത് എൻജോയ് ചെയ്യണ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ഒരു ഫെയിം അങ്ങനെ ആൾക്കാരും ഉണ്ട്. അപ്പോഴേ അവരെടുത്ത് ഇപ്പൊ അത് ഒട്ടും ആ ഓൺലൈൻ വീഡിയോ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കണല്ലേ ഏറ്റവും നല്ലത് അല്ലേ. പക്ഷെ മിണ്ടാതെ പോകുന്നത് ഇവരെടുത്ത് ഇടും, അപ്പം ആൾക്കാർ ചീത്ത വിളിക്കും, ജാടയാണ് അതാണെന്ന് പറഞ്ഞു. ജാടയാണ്, അതെ ജാടയാണ് ഇതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഉദ്ഘാടനം അങ്ങനെയുള്ള സെറ്റപ്പിനൊക്കെ ഈ അവരെ തന്നെ വിളിക്കും, കടക്കാര് തന്നെ വിളിക്കുന്നത്. അവരുടെ ഒരു പ്രൊമോഷനും കൂടെ. കാരണം ഇവര് ചെയ്യുന്നത് ഭയങ്കര പബ്ലിസിറ്റിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. റീച്ച് ഏറ്റവും കൂടുതൽ കിട്ടണ ഒരു പരിപാടി തന്നെയാണ് അത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇപ്പൊ ഒരു സിനിമ ഇറക്കിയാ ട്രെയിലർ ഇറക്കിയാൽ പോലും ചിലപ്പോ ഇവരത്രയും റീച്ച് കിട്ടൂല, ഇവര് വൈഡ് സ്പ്രെഡ് ആക്കി കളയും. പിന്നെ സെലിബ്രിറ്റി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൗൺ ടു എർത്ത് ഇല്ലേ. കാരണം ഇവരെടുത്ത് ഡൗൺ ടു എർത്ത് ആവുകയും ചെയ്യണം. പക്ഷെ ഇവര് എന്ന് വെച്ചാൽ നമ്മള് ഇത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നല്ല ഡൗൺ ടു എർത്ത് ആയി കഴിഞ്ഞാലേ ആൾക്കാർ തലേ കയറും. ഭയങ്കര രീതിയിൽ ചില ഒരു ഭയങ്കര രീതിയിൽ ഒരു എപ്പോഴും കൂടെ അങ്ങനെ ഒരു ഒട്ടി നടക്കണ ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങനെ ആയില്ലെങ്കിൽ ചീത്ത വിളി, ആയില്ലെങ്കിൽ എയറിലും ആവും. എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം എപ്പോഴും എന്നുള്ളൊരു. പിന്നെ ഇവര് ഇടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിലും ഇതൊക്കെ ചിലപ്പം ഇവരെ ഇഷ്ടമാണോ എന്താ ചിലപ്പം ഓൺലൈനിൽ നല്ല രീതിയിൽ ഹേറ്റ് അങ്ങനത്തെ ഒരു ഹേറ്റ് ഉള്ളതായിരിക്കും. ഇവർക്ക് എത്ര ലൈക്ക് അവർ പറഞ്ഞത് കണ്ടോ, ഇവര് എന്തെങ്കിലും ചെറിയ ക്ലിപ്പൊക്കെ ഇടും. അപ്പോഴ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോശ കമന്റ് ആയിരിക്കും. ഇവരൊന്നും ചെയ്ത് കാണൂല. പക്ഷെ എന്തെങ്കിലും ഇപ്പം മാധവ് സുരേഷിന്റെ കാര്യം തന്നെ പടവെട്ടല്ലോ പടക്കളത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അത് പുള്ളി അതല്ലേ വേറെന്തോണ് പറഞ്ഞത്. അങ്ങനെ അത് ഒരു പോസ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് പുള്ളിയിലോട്ടുള്ള ഹേറ്റ് അങ്ങനെ അതൊക്കെ വെറുതെയാണ്. അല്ല ഈ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഈ ഇവര് സ്റ്റാർസ് എപ്പോഴും ഒരു ഹംബിൾനെസ് അല്ലെങ്കിൽ ഡൗൺ ടു എർത്ത് പോലെ കാണി. അത് ഇപ്പം ഈ ഇങ്ങനെ ഈ പാപ്പരാസിയുടെ രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ അതൊരു അനോണിമസ് ആയിട്ടാണ് അവര് ചെയ്യണത്. അത് അതിന്റെ ഒരു ബെനിഫിറ്റ് അവർക്കുണ്ട്. അതുകൊണ്ട് എന്തും ചോദിക്കാം, ഒരു മൂഡ് അങ്ങ് കളയിക്കാം. അങ്ങനത്തെ രീതിയിൽ ഈ അനോണിമിറ്റിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ്. അവർക്ക് പിന്നെ പേടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഡിസ്കംഫർട്ട് ആക്കാൻ പറ്റും. കണ്ടന്റ് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അവര് ഓഡിറ്റിൽ വിധേയമാവൂല. അല്ലെ അവര് ഒരു ഹ്യൂമാനിറ്റി അല്ലെ ഒരു ഹ്യൂമൈൻ അപ്രോച്ച് അങ്ങനെ ഒന്നും അവര് ചെയ്യത്തില്ല. അപ്പൊ അത് നമുക്ക് കമന്റ്സിലൊക്കെ ചിലപ്പോ ആൾക്കാർ ഇങ്ങനെ ദേഷ്യത്തിൽ പറയും നീ ചോദിക്കേണ്ട ആവശ്യമില്ല ഇത്. പക്ഷെ എന്നാൽ ആ സാധനം ഓടുള്ളൂ. അതാണ് അതിന്റെ ഒരു വിരോധാഭാസം. അവരിങ്ങനെ കമന്റ്സിലൊക്കെ ചിലപ്പോ ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്കെതിരെ തന്നെയാണ് നെഗറ്റിവിറ്റി. പക്ഷെ എന്നാലും അതേ ആൾക്കാരുണ്ട്, അത് അങ്ങനെ ഓടൂ. അല്ല നിങ്ങൾക്ക് അന്ന് പോയതിന് അത് വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇത്? എനിക്ക് നമുക്ക് ആദ്യത്തെ സാധനമല്ലേ, അപ്പൊ നമുക്കത് ഒരു കൗതുകം തന്നെയായിരുന്നു. ആൾക്കാരൊക്കെ ചോദിച്ചാ ശ്രീകാന്ത് സത്യം പറഞ്ഞ അന്ന് ടിപ്പ് ടോപ്പ് മറ്റേ ചെയ്ത് ഒരു വെൽ ഇതായിട്ടാണ് വന്നത്. അതുകൊണ്ട് അവൻ ഇത്തിരി എനിക്ക് ആദ്യം ആ ഒരു ഓട്ടം, പിന്നെ അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയി. പിന്നെ എന്നിട്ട് ശ്രീകാന്തിന് ആ ഒരു അത് അവൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവന്റെ കുഴപ്പമില്ല, അത് എല്ലാവരുടെയും ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ കൂടുന്നത് നമ്മള് ഫസ്റ്റ് ടൈമാണ് അറിയണത്. കാരണം നമുക്കും തോന്നി ഇത് എന്താ ഇങ്ങനെ കാണിക്കണ. അത്രയ്ക്ക് ആള് കൂടാൻ മാത്രം നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. നമ്മള് വരുമ്പോഴിങ്ങനെ മീഡിയയില് ശ്രീകാന്ത് ബ്രോ എന്നൊക്കെ വിളിച്ചോണ്ട് വരുമെന്നൊന്നും നമ്മള് പ്രതീക്ഷിക്കില്ല. കാരണം ലൈം ലൈറ്റിലുള്ളവരേല് ഇവര് കൂടുതൽ അല്ലേ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. പക്ഷെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തോ ഡിഫിക്കൽട്ടിയാണ് ഒരു ഇപ്പം ഈ വലിയ ഇപ്പം റെഗുലർ ആയിട്ട് ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ഡിഫിക്കൽട്ടിയാണ്. നമ്മളിത് വൺ ടൈം വാച്ചബിൾ സാധനമായിരിക്കും, ഇനി ഒരിക്കലും ഉണ്ടാകത്തുമില്ല ഇരിക്കും ചിലപ്പോൾ. പക്ഷെ ഇത് റെഗുലർ ആയിട്ട് ഫേസ് ചെയ്യണ ഒരു ബുദ്ധിമുട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് എൻജോയ് ചെയ്യണവരും ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം അത്ര റീച്ച് ഒന്നും ഇല്ല. ഒരു ഫേമസ് ആവാൻ താല്പര്യമുള്ളത്, കുറച്ചും കൂടെ ഫേമസ് ആവാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കാര്യമാണ്. ഇതൊരു ഫ്രീ പ്രൊമോഷൻ ആണ്. ഇപ്പൊ നമുക്ക് തന്നെ ആണെങ്കിലും
ഇതൊക്കെ കാണുമ്പോ കുറച്ചുപേരെങ്കിലും നമ്മളെ കുറച്ചുപേരെ അറിയും. ചിലര് എനിക്ക് തോന്നുന്നു ചില ആക്ടേഴ്സ് ആയാലും ആക്ട്രസസ് ആയാലും അവരെയൊക്കെ അറിയണ തന്നെ ചിലപ്പോ ഇവര് ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ഇവരിപ്പോഴും ഉണ്ടല്ലേ എന്നുള്ളതൊക്കെ അറിയും. അങ്ങനെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. ഈ പബ്ലിസിറ്റി നമുക്ക് ഇപ്പം സിനിമയിലൊക്കെ ആണെങ്കിൽ ഓൺലൈൻ ആണ് ഇപ്പൊ എല്ലാം. അപ്പോഴ ആ ഒരു ഇതിന് നല്ലൊരു റീച്ച് ഉള്ള ഒരു സാധനം തന്നെയാണ്. പക്ഷെ ഈ ആൾക്കാരെ പിറകെ കടന്നും ഡിസ്കംഫേർട്ട് ആക്കുമ്പോൾ അത് അല്ല, ഡിസ്കംഫേർട്ട് അത് ഇന്നവിറ്റബിൾ ആണ്. അതാണ് സംഭവം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെന്തായാലും ഉണ്ടാവും. അത് നിക്കാൻ പറ്റൂല. അത് നെഗറ്റിവിറ്റി ഉണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്. അത് എന്തായാലും തടയാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അത് മറ്റേ കോക്കിന്റെ വീഡിയോ റിവ്യൂ ഇടരുതെന്ന് പറയും പോലെ. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ഇതില് അത് നിർത്തലാക്കാനൊന്നും പറ്റുന്നില്ല അല്ലേ? പക്ഷേ ഇങ്ങനത്തെ ഈ ഇതിലുള്ളവര് കുറച്ച് ടൈറ്റിലും മറ്റേ ഇത് ആംഗിളൊക്കെ നോക്കുമ്പോൾ അല്ലെ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അത് എനിക്ക് തോന്നുന്നില്ല. ശ്രദ്ധിക്കുമെന്ന് വ്യൂസ് വെച്ചിട്ട് അവര് ശ്രദ്ധിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്കത് തോന്നുന്നില്ല. ഇപ്പൊ ഇവര് ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും. ഒരുപാട് പേർക്ക് സഹായമൊക്കെ അവര് ചെയ്തിട്ടുണ്ട്. നല്ല റീച്ചൊക്കെ കിട്ടി. ഇപ്പോഴും ഈ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേര അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ജീവിക്കുന്നത് അവരെന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടന്റ് എന്തെങ്കിലും ആലോചിക്കും. ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ അലിൻ ജോസ് കല്യാണം കഴിച്ചത് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോ അവര് ഇതൊക്കെ ഇട്ട് ആട്ടോയിൽ കയറി പോകും. അലൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നും തോന്നില്ല. അതിനുശേഷം ആറാട്ടണ്ണ രാത്രി ഇത് ഫേക്ക് ന്യൂസ് ആണ്. ഇത് നിങ്ങളെ പറ്റിക്കുന്നതാണ്, നിങ്ങളെ മണ്ടന്മാരാക്കുന്നതാണ്. അതൊക്കെ രസമാണ് കണ്ടോണ്ടിരിക്കും. ആർക്കും ഉപദ്രവം ഇല്ലാതെ. ടു ബി ഓണസ്റ്റ്, എവരാണ് ഇപ്പോഴത്തെ എന്താ പറയാ ഒരു പീക്ക് കോമഡിയാണ്. ഇവരുടെ ഒരു ഇംഗ്ലീഷ് സാധനം ഇറങ്ങി, ഇംഗ്ലീഷ് ഇന്റർവ്യൂ അത് ഇവര് രണ്ടൊരു ഇംഗ്ലീഷിൽ സംസാരിക്കണത്. അയ്യോ, അതൊക്കെ സംഭവങ്ങൾ തന്നെ. സത്യം പറയട്ടെ, ഇവരൊരു ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഈ സിനിമയിൽ പോലും കോമഡി ഇല്ല. കോമഡി ഒന്നും ഇങ്ങനെ ഇത്ര എഫക്റ്റീവ് കോമഡികളൊന്നും ഇല്ല. പക്ഷെ ഇത് ഭയങ്കര കോമഡി പറയാതിരിക്കാൻ. ഇവർ രണ്ടുപേരുടെയും ഇവര് കുറച്ചൊക്കെ ഇതാണ്, കുറച്ചൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ പറയാ ചിരിച്ചോ. പിന്നെ കുറച്ച് ഓൺലൈൻ വീഡിയോ ഇപ്പം ചില കാര്യങ്ങളൊക്കെ അവർക്ക് വേറെ ലക്ഷ്യങ്ങളും, ചിലവർക്ക് ബിഗ് ബോസിൽ കയറാനായിരിക്കും അവരെ താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒന്നും നമ്മൾ സാധാരണക്കാരുമായിട്ട് ഒന്നും ഒരു ലൈം ലൈറ്റിലോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ വളരെ ചാൻസ് കുറവാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചാലേ അവര് ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ ബിഗ് ബോസിൽ കിട്ടണം. അങ്ങനെയായിരിക്കും കുറെ പേർക്ക് അങ്ങനെ ആഗ്രഹം കാണും അല്ലേ? ഒരു മേജർ ടെലിവിഷൻ പരിപാടിയിൽ പോകണം. അപ്പോഴവർക്ക് അതിനു വേണ്ടി അവർ വിവാദങ്ങൾ ഉണ്ടാക്കും. അപ്പോഴാൾക്കാർ ശ്രദ്ധിക്കും. എന്തെങ്കിലും റേജ് അങ്ങനെ എന്തെങ്കിലും അല്ലേ, റേജ് ബെയിറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോഴ് ശ്രദ്ധിക്കുമ്പോൾ ഇനി ബിഗ് ബോസ് 7 ഇതില് കോമഡി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അലിൻ ജോസ് പെരേര ഒരു വീഡിയോയില് ആദ്യം ഇങ്ങനെ പുള്ളി മറ്റേ കോൺട്രവേഴ്സി അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കോമഡി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുള്ളി എന്തായാലും ആദ്യമേ ഇങ്ങനെ പറയും, ഇങ്ങനെ ഗേ ആണോ എന്ന് ചോദിക്കും. മറ്റേ ഈ വീഡിയോ എടുക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കും ഗേ ആണോ ചോദിക്കും. അപ്പൊ ഇവ ചോദിക്കും. പക്ഷെ ഇവനാണെങ്കിൽ എന്ത് ചെയ്ത് ആദ്യം ഈ കട്ട് ചെയ്ത് മൊത്തത്തിൽ എടുത്തിട്ടു. അതാണ് പീക്ക് കോമഡി. അത് എന്താ പറയാ ഒരു ഫണ്ണാണ്. അത് വേറൊരു രീതിയിലുള്ള ഒരു കോമഡിയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവര് ഒന്നുമില്ല കോമാളികൾ എന്നൊക്കെ പറയണെങ്കിലും ആസ് എ ക്യാരക്ടർ നമുക്ക് കാണുമ്പോൾ ഇവര് ചെയ്യുന്നതും നമ്മൾ ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒരു എന്റർടൈനേഴ്സ് ആണ്. അത് പറയാൻ പറ്റില്ല. സ്ട്രെസ് ബസ്റ്റർ ആണ് ഇവര്. അത് നമ്മൾ ഇനി ഇവര് കോമാളി ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടെണ്ണം തന്ന ഇൻപുട്ട്, യൂട്യൂബിൽ കൊടുത്ത ഇൻപുട്ട്, ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്ത ഇൻപുട്ട് അത് വളരെ വലുതാണ്. പിന്നെ ഇവർക്കൊപ്പം നല്ല വരുമാനമുണ്ട് അല്ലെ, കല്യാണങ്ങള് അല്ലെ, ഡാൻസ് പരിപാടി, കോളേജിലെ പരിപാടി, എല്ലാത്തിനും നിറഞ്ഞു. മറ്റേ പുള്ളി ആറാട്ടണ്ണ എന്തിനാ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു പുള്ളിക്ക് ബർത്ത്ഡേ വിഷ് കൊടുക്കുന്നതിന് പൈസ മേടിക്കുന്നുണ്ട് പുള്ളി. ഒരു ദിവസം കൊണ്ട് 30,000 രൂപ. ഒരു ദിവസം ഇങ്ങനെ എത്ര പൈസ ഇതുണ്ട് ഇത്ര ഉണ്ടാക്കാൻ പറ്റോ? അപ്പൊ ഇതൊക്കെയാണ് ഈ ഓൺലൈനിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന സംഭവങ്ങൾ.
അത് എനിക്ക് തോന്നുന്നു സിനിമയും ഇപ്പൊ വേറെ ഒന്നും ഇല്ല. നല്ല സിനിമകളും നമ്മളിങ്ങനെ നോക്കുമ്പോ പോലും മലയാള സിനിമയിൽ ഇപ്പൊ നല്ലതായിട്ടൊന്നും ഇറങ്ങണം. 2024 എന്തുമാത്രം സിനിമകൾ കണ്ട് റീവാച്ച് ചെയ്ത് അത് വെച്ച് നോക്കണേ 2025 ശോകം. ഇപ്പൊ ആകെ എന്റർടൈൻമെന്റ് ഇതൊക്കെയാ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓൺലൈൻ മീഡിയ ഇല്ലെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോ തന്നെ അത് അറിയാൻ പറ്റും, ഒരു ശൂന്യതയായിരിക്കും. യൂട്യൂബ് ഒക്കെ കയറുമ്പോ ചിലപ്പോ ഒന്നും കാണൂല, ശൂന്യതയായിരിക്കും, ഒന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, യൂട്യൂബിലോ ഇതിലോ ഇപ്പം ഇന്റർവ്യൂ, ഓൺലൈൻ ചാനലേ ഇല്ല, ഇന്റർവ്യൂ ഇല്ല അല്ലേ, സിനിമയുടെ ഇന്റർവ്യൂയിലും ഒന്നുമില്ല അല്ലേ. കുറച്ച് ഫാമിലി വ്ളോഗ്സും അല്ലാത്ത വ്ളോഗ്സുകൾ മാത്രമേ. സിനിമയെക്കാട്ടിയും കൂടുതൽ ഓട്ടം ഈ അവരുടെ ഇന്റർവ്യൂ. ധ്യാനൊക്കെ ആണെങ്കിൽ സിനിമ കണ്ടതിനെക്കാട്ടിയും കൂടുതൽ അവരുടെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ആയിരിക്കും ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. ഇത് പറയാതിരിക്കാൻ വേണ്ടി ഓൺലൈൻ മീഡിയാസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ധ്യാൻ പോലും ഇപ്പൊ നിലനിന്ന് പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവമാണ്. പിന്നെ ഫേമസ് ആകുമ്പോഴും നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്രിവിലേജ്, ഇപ്പം ഇത്രയും ഇപ്പം നടന്മാരെ മക്കൾ തന്നെ വരുന്നു, അവർക്ക് വേണം കാശും കാര്യം. കാരണം ഇത് ഫേമസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ കൂടും, അത് വേറൊരു കിക്കാണ് അല്ലേ, വേറെ കിക്കാണുണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും ഇത് എല്ലാവർക്കും ഫേമസ് ആവണം, എല്ലാവർക്കും ഒരു ഫെയിം വേണമെന്ന് എല്ലാവർക്കും താല്പര്യമായിരിക്കും. വരുമ്പോഴിങ്ങനെ ഭയങ്കര ഇതും ആൾക്കാരിങ്ങനെ തടിച്ചു കൂടക്കും, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോഴങ്ങനെയുള്ള എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയില്ലേ, അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ചിലർക്ക് ഈ ഫേമസ് ആവുന്ന മീഡിയം കൂടെ ഈ ഒരു പ്രൈവസി പോകുന്ന ചിലവർക്ക് അല്ല. ഇപ്പൊ പൈസ ഒരുപാടുള്ളവർക്ക് ഫേമസ് അല്ലാതിരിക്കണം, ഭയങ്കര ഒരു കുറച്ച് പേർക്ക് അത് ഫേമസ് എന്ന് വെച്ചാൽ ഫേമസ് ആവാൻ വേണ്ടി അവര് ചിലപ്പോ ഒരു സിനിമ എടുക്കും, പേരിന് വേണ്ടി ഒരു ചിലര് ഇങ്ങനെ ഒരു ഫേമസ് ആവും. ഐ മീൻ ചിലർ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് റിച്ച് ആവുന്ന ആൾക്കാരും ഉണ്ട്. അത് ഉള്ളവരുണ്ട്. എന്നാലും കൂടുതൽ ചേട്ടൻ എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി ഓൺലൈൻ മീഡിയാസ് ദാസനെ കാണുമ്പോൾ പൊതിയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ പുള്ളി റൊണാൾഡോ ഇഫ് യു സീ ദിസ് എന്ന് പറഞ്ഞിട്ട് പറയില്ല, അതേപോലെ നീ നല്ല പോക്കായിരിക്കും. എന്തായാലും മറ്റേത് റൊണാൾഡോ കാണൂലേ, ഇത് ചിലപ്പോ അവര് കണ്ടാലേ. പിന്നെ അടുത്തത് നമ്മള് ഓൺലൈൻ ഇപ്പം ദേഷ്യം കത്തി തീരാറായെന്ന് തോന്നുന്നു, മൃണാളാണ് അല്ലേ. അതെ അതെ, ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മൃണാളാണ്. പുള്ളിക്കാരന്റെ ഹോട്ടൽ ഹംഗ്രി മൃണാൾ. അതിപ്പം കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ അല്ലേ റീച്ചായി. TV ചാനലിലും ഓൺലൈനിലും കുറെ ചർച്ച ചെയ്ത് എനിക്ക് തോന്നി പണഞ്ഞ് വന്നൊരു സാധനമാണ്. വീണ്ടും നമ്മൾ കുത്തിപ്പൊക്കുകയാണ്. അല്ലടാ, എപ്പോഴും ഉണ്ട്. നമ്മളെന്നാലും അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് പുള്ളി നേരത്തെ കുറെ ഒരു ഫുഡ് റിവ്യൂവർ ആയിരുന്നു. അപ്പൊ ആ റിവ്യൂസിലൊക്കെ പുള്ളി നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ നിഷ്പക്ഷമല്ലല്ലോ, ഈ നിഷ്ഠൂരോ അങ്ങനെ, ഐ മീൻ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ പുള്ളി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിന് ശേഷം പുള്ളിയുടെ ഹോട്ടൽ തുടങ്ങിയപ്പോ അവിടത്തെ കുറവുകളും കുറ്റങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് പുള്ളി ബാക്കിയുള്ളവര് പറയുമ്പോ അതിനെ എപ്പോഴും പുള്ളിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അത് അക്നോളജ് ചെയ്യുന്നില്ല. അതെ, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പണ്ട് റിവ്യൂ ചെയ്ത് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു റിവഞ്ച് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്തൊക്കെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ ഹോട്ടലിൽ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതും വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹേറ്റ്. പുള്ളിക്കാരൻ അത്യാവശ്യം ഹേറ്റും ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ സംസാര രീതികൾ അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഇതുണ്ടല്ലോ, ഈ സിസ്റ്റം, ഈ ഫുഡ് കൊടുക്കുന്ന സിസ്റ്റം അല്ലെ ഹോട്ടലിലെ സിസ്റ്റം, അതൊരു അപ്രീഷിയബിൾ സാധനം, നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സാധനം. അത് ഈ വേസ്റ്റേജ് കുറയുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. കോൺസെപ്റ്റ് കൊള്ളാം, അത് ഇതാണ്. പക്ഷെ ഫുഡിന്റെ ക്വാണ്ടിറ്റി നമ്മൾ വിചാരിക്കും അല്ലേ, അത്
അത് എനിക്ക് difference അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോഴാണ് സാധാരണ മലയാളിയുടെ ഒരു ചിന്തയിൽ തോന്നിയ ഇപ്പം ഇഡ്ഡലിക്കും സാമ്പാർ വേറെ വാങ്ങണോന്ന് ചോദിക്കുമ്പോ ഉള്ള ഒരു വിമുഖത. നമ്മൾ ചിലപ്പോ അങ്ങനെ കഴിച്ച് ശീലിച്ചോണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ അതിന് ആ ഒരു മെനുവിന്റെ സംഭവം നോക്കിയപ്പോഴത്തേക്കും ചോറിന് 18 രൂപ, അത് കഴിഞ്ഞ മെനു ആണോ ഇപ്പോഴത്തെ പുതിയ മെനു ആണോ എന്ന് അറിഞ്ഞൂടാ. ചോറിന് 18 രൂപ, പിന്നെ ഒരു തോരന് 18 രൂപ, പിന്നെ ഒരു പുളിശ്ശേരിക്ക് 18 രൂപ, ഒരു പപ്പടത്തിന് 6 രൂപയും കണ്ടായിരുന്നു ഞാൻ കണ്ട സമയം. ഇതെല്ലാം കൂടെയൊക്കെ കൂട്ടുമ്പോഴത്തേക്കും 18 60 രൂപയാവും. ഈ 4 സാധനത്തിന് മാത്രമായിട്ട് 60 രൂപയാവും. നമ്മൾ അല്ലാതെ ഒരു ഊണ് വാങ്ങുന്നതിന് 90 രൂപ അല്ല 60 രൂപ 60 രൂപയ്ക്ക് ചിലപ്പോ ഊണ് കിട്ടും. അത് കിട്ടും. ഈ 4 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. 80 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഊണ് കിട്ടും. അതെ. അപ്പം അങ്ങനെ നോക്കുമ്പം നമ്മൾ വിചാരിക്കും ഇതൊരു ഇതെന്ന് പറഞ്ഞ ഈ എന്താ പറയാ ഫുഡ് വേസ്റ്റ്. ഇപ്പൊ നമ്മള് സാധാ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അവര് കുറെ സാധനങ്ങൾ തരും, നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും തരും ഇല്ലാത്തതും തരും. അതിനൊരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്, ചിലപ്പോ 80 രൂപയായിരിക്കും, ഇതായിരിക്കും. പക്ഷെ പുള്ളിയുടെ ഒരു സാധനത്തില് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി, വിലയും കുറവാണ്, അതിനുള്ള പൈസയും കൊടുത്താൽ മതി. പക്ഷെ ഈ ഇതിന്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കുറവാണ്. ഈ പ്രൈസിന്റെ ഒരു പ്രൈസിങ് ഗ്യാപ്പ് ഉണ്ടല്ലോ അത് കുറവാണ്. അത് എനിക്ക് തോന്നുന്നു പുള്ളി അവിടെയാണ് ലാഭം എടുക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യടാ, ഈ ഊണ് വാങ്ങിക്കുമ്പോഴേ നമ്മള് ചോറ് രണ്ടാമത് തരും. പിന്നെ ഒരു 80 രൂപയ്ക്ക് ഊണ് വാങ്ങിച്ചു ചോറ് രണ്ടാമത് തരും. പിന്നെ നമ്മൾക്ക് മറ്റേ തൂക്കെന്ന് പറയുന്ന കറികള് അത് രണ്ടാമത് തരും. ഫ്രീ ആയിട്ട് എത്ര ഊണോ കഴിക്കാം. അപ്പോഴാ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഇത് മാത്രം ചെയ്യുന്നത് ലോങ് റണ്ണില് മലയാളികൾ കഴിച്ച് ശീലിച്ചോണ്ട് അത് എങ്ങനെ വർക്ക്ഔട്ട് ആവണമെന്ന് എനിക്ക് അറിഞ്ഞു. ഇതൊരു എക്സ്പെരിമെന്റൽ സാധനമാണ്. അത് അതിന്റെ കൂടെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇതൊരു കുറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സാധനം ഈ ഐഡിയ പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എടുത്തില്ല, അതുകൊണ്ട് പുള്ളി ചെയ്ത് നോക്കുന്നത്, ട്രൈ ചെയ്ത് നോക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ ആ ഒരു ഈ കിണ്ണത്തിൽ കൊടുക്കുന്ന സാധനം ഇല്ലേ, അത് എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന്. കാര്യം പുള്ളി പറയുന്നതൊക്കെ കേൾക്കുമ്പോ ന്യായമുണ്ട്. ഇപ്പം ഇത് ഒരു എന്താ നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ച് പോയിരുന്ന് കഴിക്കുക അങ്ങനത്തെ ഒരു സാധനമല്ല. ഡെയിലി പോയി കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഈ വർക്കേഴ്സിന് അതൊരു വേറെ കോമഡിയാ. വർക്കേഴ്സിനും അത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഡെയിലി വന്ന് കഴിക്കുക എന്നുള്ള രീതിക്കാണ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. മെസ്സ് പോലെ. അത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് സാധാരണക്കാർക്കുള്ള അല്ലേ, സാധാരണക്കാർക്കുള്ള അത് മറ്റേ കാറ് പാർക്കിംഗ് ആ ഒരു സംഭവം തുടങ്ങിയതെന്ന് തുടക്കം. കാറ് ഇവിടെ ഇടാൻ എന്തെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കുള്ളവർക്ക് മാത്രമേ ബൈക്കിൽ വരണവർക്ക് മാത്രമേ ഇവിടെ പാർക്കിംഗ് ഉള്ളൂ, കാറിന് ഇവിടെ പാർക്കിംഗ് ഇല്ല. പുള്ളി പറഞ്ഞത് കാറിൽ ആര് വന്നാലും അത് അത്രയ്ക്കും സാധാരണക്കാരനാണെന്ന് തോന്നുന്നില്ല. ഇത് സാധാരണക്കാർക്ക് മാത്രമുള്ള ഒരു വരാനുള്ള നമ്മൾ അവരെ ഫോക്കസ് ചെയ്താണ് ഇടുന്നത്. അപ്പോഴ് വരണ്ടെന്നോ അങ്ങനെ കാറിൽ വരുന്നവർക്ക് വേണമെങ്കിൽ വേറെ ഹോട്ടൽസ് ഉണ്ട് എറണാകുളത്ത്, വേറെ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. സാധാരണക്കാർക്ക് ഇതും കൂടെ പറയും, സാധാരണക്കാർക്ക് AC-യിൽ ഇത്ര ക്ലീൻ സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ്, അതാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു സംഭവം. അത് തന്നെയാണ് ഈ ക്രിറ്റിസിസം വന്നു തുടങ്ങിയത് അതിലായിരുന്നു. അപ്പൊ അത് ആക്ച്വലി നമുക്ക് ഒരു മാർക്കറ്റിംഗ്, എനിക്ക് പേഴ്സണലി മാർക്കറ്റിംഗ് തന്നെയാണ് സ്ട്രാറ്റജി. ഒരു സാധനം മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇത് ആൾക്കാർ കാണുമ്പോൾ ഇതൊരു വെറൈറ്റി സാധനം. ഒരു ഇതില് ഇത്രയും പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് കാർ പാർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നോക്കും ഇത് എന്ത് സംഭവം നോക്കും. കോൺട്രവേഴ്ഷ്യൽ ആണ്, അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടും. മാർക്കറ്റിംഗ് ആണ്. അല്ല, ഇത് പുള്ളിക്കാരന് കിട്ടിയ മാക്സിമം പ്രൊമോഷൻ ഇതിന്ന് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ എനിക്ക് തോന്നുന്നു വണ്ടി പിടിച്ച് പോയി കഴിക്കുന്നേക്കെ ഉണ്ട്. നമ്മള് പോലും ആലോചിച്ച് പോയി കഴിച്ചിട്ട് ഇത് വീഡിയോ എടുക്കുന്നതല്ലേ അതിന്റെ ശരി. പിന്നെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വീണതുപോലെയാണ്. ഇനി എന്നേലും അതുവഴി പോകുമ്പോ കഴിക്കാന്നുള്ള ഒരു പ്ലാൻ, പോകുമ്പോ കഴിക്കാന്നുള്ള. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വണ്ടി പിടിച്ച് വന്ന ആരും അല്ല, പുള്ളിനെ വണ്ടി പിടിച്ച് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുഡ് എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വലിയ എക്സ്പീരിയൻസ് ഒക്കെ വേണം, വേറെ ഹോട്ടലുകളുണ്ട്. പിന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ചിക്കൻ കറി കുറവായിട്ട് തോന്നണമെങ്കിൽ രണ്ടാമത് ചിക്കൻ കറി വാങ്ങിക്കുക. പുള്ളിക്ക് എല്ലാത്തിനൊരു ന്യായീകരണമുണ്ട്. അതാണ്
ആൾക്കാർക്ക് ദേഷ്യം, ഒരുമാതിരി ഇറിറ്റേഷൻ തോന്നുന്നു. ഇറിറ്റേഷൻ പറഞ്ഞ ഒരു നമുക്ക് ഇത് ശരിയല്ല, ഇത് ശരിയല്ലല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ അത് പറയുമ്പോഴത്തേക്ക് പുള്ളി അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ ആണല്ലോ വരുന്നത്, അപ്പോൾ കസ്റ്റമർ പറയുന്നത് ചെയ്യണ്ട, പക്ഷെ ഓക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം. പിന്നെന്തോന്ന് ഇത് ബിരിയാണി ശോകമാണെന്ന് പറഞ്ഞപ്പോ നീ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഹേറ്റ്നെസ് കൂട്ടത്തേ ഉള്ളൂ. നമ്മൾ സംസാരിക്കും, ഇനി അതിന് വേണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല സാധാരണ ആൾക്കാർക്ക്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് റെസ്പോൺസ് ആണ്. ഈ ഒരു ചർച്ചാ വിഷയമാക്കുക എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ മാർക്കറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഒരു കാര്യം തോന്നുന്നു. പക്ഷെ പുള്ളിയുടെ ഐഡിയ കൊള്ളാം. പിന്നെ പുള്ളി എനിക്ക് തോന്നുന്നില്ല, പുള്ളി നല്ല ഹൈജീനിക് ആയിട്ടായിരിക്കും അവിടെ മൊത്തത്തില്. ഫുഡിന്റെ കാര്യത്തിൽ ഒരു നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഫുഡായിരിക്കും നമുക്ക് തോന്നുന്നു. കാരണം പുള്ളിയുടെ ഒരു ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ പുള്ളി വ്ളോഗ് ചെയ്ത ടൈമില് മൃണാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗേഴ്സിന് നമ്മള് ഏറ്റവും കൂടുതൽ കണ്ട ഒരു ആളായിരിക്കും പുള്ളി. കഴിക്കണതിന്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ പിന്നീടാണ് കുറച്ച് എയറിലൊക്കെ പോയി കുറേയേറെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണ ട്രിവാൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രത്തിന്റെ ഫുഡിനെ പറ്റി കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രംകാർക്ക് ക്വാളിറ്റിയെ കാട്ടി ക്വാണ്ടിറ്റിയാണ് ഇഷ്ടം എന്നുള്ള രീതി അങ്ങനെ പറഞ്ഞ അതായിരുന്നു ആദ്യത്തെ നമ്മളെ അട്രാക്ട് ചെയ്ത കോൺട്രവേഴ്സി. അപ്പൊ ഈ ലേറ്റസ്റ്റ് കോൺട്രവേഴ്സിയിൽ ഇപ്പോഴും പുള്ളിയുടെ റീൽസ് ഒക്കെ എടുത്ത് നോക്കിയാലും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴും പുള്ളി എപ്പോഴും പുള്ളിയുടെ ഈ പൈസ കൂട്ടുന്നതിന്റെ ന്യായീകരണം ഉണ്ടല്ലോ, അതിങ്ങനെ അങ്ങ് നമ്മളെ എന്താ പൊതിഞ്ഞങ്ങ് തരുന്നത് പോലെ എങ്ങ് പറയും. എന്നുവെച്ചാൽ പലപ്പോഴും വേറെ റെസ്റ്റോറൻറ്റ്സിനെ ബാഷ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അതായത് അവര് ഡാൽഡ ഉപയോഗിക്കും, ഇത് ഉപയോഗിക്കും, പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ ഒന്നും ഇല്ല. അത് പറഞ്ഞിട്ട് എന്നിട്ട് ഏതോ ഒരു ഇതില് എന്തോന്ന് കുറച്ച് സ്റ്റുഡൻസ് അവരെന്തോ പഠിക്കുന്ന എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് വന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, എന്തോന്ന് ചേട്ടന്റെ ബിരിയാണി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അത് ഡെയിലി കഴിക്കാൻ പറ്റില്ല ഇത്ര റേറ്റ് ആയതുകൊണ്ട്, അപ്പം ബാക്കിയുള്ള വലിയ കടകളും ഇങ്ങനെ ചീപ്പായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ പുള്ളി പറയണ ഞാനും അപ്പൊ അങ്ങനെ ചീപ്പായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയാലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പക്ഷെ ആ ഒരു റീല് ചിലപ്പോ പുള്ളി അങ്ങനെ പുതിയൊരു ഡിഷ് കുറഞ്ഞ വിലയിൽ ഉണ്ടാക്കാനായിരിക്കും ചില പദ്ധതി. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിരിയാണിക്ക് ഇത്രയും ഗുണങ്ങളുണ്ട്, ബാക്കിയുള്ളവർ ഇത്രയും വലിയ കടകളാണെങ്കിൽ പോലും മോശമായിട്ടുള്ള ബിരിയാണി ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതല്ലേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുട്ടികൾ പോലും ഉണ്ടാകുന്നില്ല. അതൊക്കെ ഒരു മാർക്കറ്റിംഗ് അത്രേ ഉള്ളൂ. നമ്മളിപ്പം ബിസിനസ് ആര് നടത്തിയാലും അവർക്ക് ലാഭം കിട്ടണമെന്നേ ഉള്ളൂ, അല്ലാതെ നാട് നന്നാക്കണമെന്നൊന്നും ആർക്കും കാണൂല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നഷ്ടമില്ലാതെ പോകണം. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒരു ബിസിനസ് തുടങ്ങിയ പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ബിസിനസ്സിൽ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. നമുക്ക് അറിയാന്നുള്ള ഒരു റെസ്റ്റോറന്റിലെ ചേട്ടൻ തന്നെ പെട്ടെന്ന് നിർത്തിപ്പോയി. ഭയങ്കര പാടാ. ആദ്യം സക്സസ് ആവുമെന്നാണ് നമ്മൾ പേഴ്സണലി വിചാരിച്ചത്. പക്ഷെ നമ്മളൊരു ഹോട്ടലിൽ ഇരിക്കുമ്പോഴ് തോന്നും, ഇത് ഓടുമല്ലോ, ഇത്രയും ആൾക്കാർ വന്നു. ഒരു കുറച്ച് മാസം ആകുമ്പോ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോ അവർ അത് പൂട്ടുകയും ചെയ്യും. എത്ര ഹോട്ടല്. പക്ഷെ അങ്ങനത്തെ ഇതിൽ പിടിച്ചു നിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അതിന് എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ സിസ്റ്റം കുറച്ച് നാളെ പിടിച്ചു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സപ്ലയേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, കുക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവരെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ കുറച്ചാളും കൂടെ നിൽക്കാനുള്ള സാധ്യത. പുള്ളി ഒരുപാട് നാള് നിൽക്കുമെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്ക് അത്രയും ഇൻവെസ്റ്ററും കാര്യങ്ങളൊക്കെ കാണും, പിന്നെ എക്സ്പീരിയൻസും കാണും അത്യാവശ്യം. പുള്ളി ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ ഈ കസ്റ്റമേഴ്സ്, അത് അങ്ങനെ ഒരു നീഡുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്കൊരു ബിരിയാണി ഒരു ഊണ് കഴിക്കണമെങ്കിൽ തന്നെ അത്ര പൈസ കാണൂലായിരിക്കും. പിന്നെ ആ ഫുഡ് വേസ്റ്റ് ചെയ്യാനും താല്പര്യം കാണൂലായിരിക്കും. വിശപ്പ് മാറ്റുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കറികള് അതൊന്നും ഇല്ലാതെ അവർക്ക് ചൂസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അതില് പുള്ളി പൈസ കുറച്ച് ഇങ്ങനെ അല്ല, പൈസയുടെ അല്ല, ക്വാണ്ടിറ്റി കുറവുള്ളത് പോലെ ചിലപ്പോ തോന്നും.
പിന്നെ പുള്ളി പറയണ നത്തിങ് കംസ് ഫ്രീ അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ എന്തായാലും അതിൽ എല്ലാം വില ഇപ്പം സ്ട്രോ പുള്ളി 2 രൂപയ്ക്ക് സ്ട്രോ വെച്ച് അതും ഫ്രീ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, 2 രൂപ കൂട്ടിയിട്ടാണ് നമുക്ക് തരുന്നത്. ശരി തന്നെ, അതല്ല അത് കറക്റ്റാ. അത് എനിക്ക് തോന്നുന്ന ലൈമിന് 20 രൂപയാണ്, 18 രൂപ സ്ട്രോ ഇല്ലെങ്കിൽ 18 രൂപ അല്ലെങ്കിൽ 2 രൂപ. അത് പിന്നെ അത് ഒരു ചോയ്സ്, നമുക്കൊരു ചോയ്സ് കിട്ടുകയാണ് അല്ലേ, ചോയ്സ് കിട്ടുകയാണ്. ചോയ്സ് നല്ലതാണ്. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പം ബിരിയാണിയിൽ മുട്ടയൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ, ഇത് പപ്പട ഇല്ല അങ്ങനെയൊക്കെ എല്ലാം എക്സ്ട്രാ വാങ്ങുന്നെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഇത്രയും രൂപ ആവുമോ? ഇപ്പം അത് ആഡ് ചെയ്യാതെ ഇപ്പം ഒരു ബിരിയാണി 150 രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാം ഉണ്ടെങ്കിൽ അത് വാങ്ങാൻ തോന്നും. നമ്മൾ അതൊന്നും ആലോചിക്കൂല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതും കൂടെ എക്സ്ട്രാ വാങ്ങണമെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു എക്സ്ട്രാ ചോറിന് എന്ന് വെച്ചാൽ 2ാമത് ചോറ് വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കും. സാധാരണ മലയാളികൾക്ക് ഒരു ചിന്തിക്കണ ആൾക്കാർക്ക് ആദ്യം ഒരു വിമുഖത കാണും. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊന്ന് റോൾ ഔട്ട് ആയി വരുമ്പോഴത്തേക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പെറോട്ട വാങ്ങുമ്പോൾ ഗ്രേവി ഫ്രീ ഇല്ലെന്ന് നമ്മൾ കഴിച്ച് ശീലിച്ചു വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഗ്രേവി തന്നെ ഫ്രീ ആയിട്ട് തരാൻ അതിന് തന്നെ ഒരു ചർച്ചയൊക്കെ വന്നു എന്ന് പറയുമ്പോ, കാരണം എല്ലാ കടയിലും നമ്മൾ കയറുമ്പോ ഗ്രേവി ഫ്രീ ആയിട്ടാണ് തരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം, അത് പുള്ളിയുടെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമായിരിക്കാം, നമ്മളെ കഴിച്ചതിന്റെ ഒരു ഇതായിരിക്കും, ഫുഡ് കൾച്ചറിന്റെ ഒക്കെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന ഫ്യൂച്ചറിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഈ ഇപ്പം ഒരു വെയിറ്ററോ അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളത് വന്ന് അത് ചിലപ്പോ ഒരു പ്രീമിയം ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത് ഈ സാധനം വിജയിക്കുവാണെങ്കിൽ ഇത് ഫോളോ ചെയ്യും ആൾക്കാർ, കുറെ ആൾക്കാർ ഫോളോ ചെയ്യും. കാര്യം സാലറി കുറച്ച് ആൾക്കാരുടെ അത് കുറയല്ലേ, ശരിയാ. അപ്പൊ അത് കുറെ പേര് ഫോളോ അപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ട്രെൻഡ് ആവും അല്ലേ, ട്രെൻഡ് ആവും. അതെ, ഇത് തന്നെ ആയിരിക്കും മിക്കവരും നടത്താൻ മിക്കവരും ചെയ്യാൻ പോകണം. പിന്നെ നമുക്കൊരു ആദ്യം ഇങ്ങനെ ചോറ് കഴിച്ചോണ്ടിരുന്നിട്ട് പിന്നെ ചോറ് വാങ്ങിക്കണോ, ഈ കൈയും കഴിവാതെ പോയി ബില്ലടിക്കണം, അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അല്ലെങ്കിൽ ആദ്യമേ നമ്മള് എല്ലാം പ്രീ പ്ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പുതിയൊരു ഇത് കൊണ്ടുവരണം, അവിടെ വന്ന് ബുക്ക് ചെയ്യുന്ന സാധനവും അതൊന്നും പറഞ്ഞ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മള് ഇപ്പൊ നീ ഏതൊരെടുത്ത് ഇലക്ട്രിക് അതും പ്രീ പ്ലാൻഡ് ആയിട്ടല്ലേ ഓടിക്കാൻ പറ്റും. നമുക്ക് എത്ര ദൂരം പോകണമെന്നൊരു കാൽക്കുലേഷൻ ഒക്കെ വേണം, ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ എത്ര കഴിക്കുമെന്നുള്ള ആദ്യം എന്ന് പറഞ്ഞാൽ അത്രേ കഴിക്കുള്ളൂ, ആദ്യം ഓർഡർ ചെയ്യാം. ഇപ്പം മെക്ഡി ആണെങ്കിലും KFC ആണെങ്കിലും എല്ലായിടത്തും അങ്ങനെ തന്നെ. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കും സെൽഫ് സർവീസ്. ഇപ്പൊ മെക്ഡി KFC ഒക്കെ ആണെങ്കിൽ നമ്മള് കഴിക്കുന്ന ഫുഡ് അങ്ങനത്തെയാണ്. ഇപ്പൊ ചോറ് നമ്മള് ഒരിക്കലും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചോറ് കഴിക്കുന്നതായാലും ദോശ കഴിക്കുന്നതായാലും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ അവിയല് തീർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും പോണം അവിയല് വാങ്ങാൻ, പൈസ കൊടുത്ത് വാങ്ങാൻ. മറ്റാണെങ്കിൽ നമ്മള് ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോ വേണോ, ആ ചേട്ടന്റെ വേണോ എന്നുള്ള വിളിയിലായിരിക്കും ചിലപ്പോ വീണ്ടും കഴിച്ചു പോകണം. ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അവര് ചോദിക്കുമ്പോ നമുക്കൊരു ആഗ്രഹം വാങ്ങിക്കാം. ഇപ്പൊ നമ്മള് ഒരു ഊണ് കടയിൽ പോയിട്ട് അവര് ഇങ്ങനെ ഇങ്ങനെ ഒരു മീൻ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അപ്പോഴേ നമുക്ക് വേണോ വേണ്ടേന്ന് വെച്ചാൽ ഇത് വരും, അപ്പോഴവരിങ്ങനെ എടുത്ത് വെക്കും. അത് കറക്റ്റ്. ഈ പോത്തൻകുടി സുഷമ്മ ചായക്കടയില് നമ്മള് ആദ്യമായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ അത്ര കടിയൊന്നും ഞാൻ കഴിക്കത്തില്ല, 5, 4, 6 കടിയും. പക്ഷെ പുള്ളി ഇങ്ങനെ കൊണ്ടുവരും, എപ്പോഴും ഒരു ട്രേയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മളെ ഫ്രണ്ടിൽ കാണിക്കും, വേണോന്ന് ചോദിക്കും. അപ്പൊ നമ്മള് ഇനി ഇത് കഴിക്കാം അങ്ങ് എടുക്കും. ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ എപ്പോഴും ഒരു ട്രേ ഉണ്ട് ഇങ്ങനെ വന്ന് അടുത്ത് കൊണ്ടുവയ്ക്കും. നല്ലൊരു സ്ട്രാറ്റജിയാണ്, അത് നല്ല ഫുഡുമാണ്. നമ്മൾ സ്വന്തമായിട്ടാണ് എടുത്ത് കഴിക്കണേ, ചിലപ്പോ അങ്ങനെ കഴിക്കൂല. ഇത് അടുത്ത് കൊണ്ടുവരുമ്പോ നമുക്ക് എടുക്കാം എന്നൊരു തോന്നല് വരും. നമുക്ക് അങ്ങ് പോയി എടുക്കണമല്ലോ, അത് വയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ ഇത് നമ്മൾ കൂടുതൽ കഴിക്കും. എനിക്ക് അറിഞ്ഞൂടാ, ഇത് ചിലപ്പോ ഇപ്പം ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോ ശരിയാണ്, ഇങ്ങനെ പോയി പിന്നെയും വാങ്ങിച്ച് കഴിക്കാന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നണമെങ്കിൽ ചിലപ്പോ ഇത് ഓടൂല. അവിടെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൂടെ പറയാം. നമ്മള് ഇനി അത് അങ്ങോട്ട് പോകുമ്പോ എന്തായാലും കഴിക്കണമെന്നൊരു പ്രാവശ്യം നമ്മൾ പോയി ഒന്ന് ട്രൈ ചെയ്തു. ഇതിനായിട്ട് പോവില്ല, എറണാകുളം പോകുമ്പോ കഴിച്ചു നോക്കാന്നുണ്ട്. പിന്നെ ഒരു ഹേറ്റ്നെസ് ഇപ്പം പുള്ളിയുടെ റെസ്റ്റോറന്റ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഹേറ്റ്നെസ്, അത് കുറെയൊക്കെ എനിക്ക് തോന്നുന്നു പേഴ്സണൽ അങ്ങേരടുത്തുള്ള ഒരു ഇതാണ്, വെറുപ്പ് കൊണ്ട്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പണ്ട് പുള്ളി പറഞ്ഞത് ഈച്ച ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ഈച്ച ഇരുന്നപ്പം ഇതെന്താണ് എന്ന് ചോദിക്കണം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർ.
അതാണ് അതൊക്കെയാണ് ഇപ്പം. പക്ഷെ അങ്ങനെ ബാഷ് ചെയ്ത് അല്ല, അങ്ങനെ നമ്മള് ഈ എന്താ നമ്മൾ അങ്ങനെ അഗെയിൻസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ഇത് ശരിയല്ല, അത് ശരിയല്ല, അതുകൊണ്ട് ഇങ്ങനെയാണ്. അതൊരു എന്ന് വെച്ചാ നോക്കിയിട്ടുള്ള ഒരു ആക്രമണമാണ് അല്ലേ. ഇത് എന്തോന്ന് മറ്റേ പൈസ ടോക്കൺ വാങ്ങുന്നത് പുള്ളി നേരത്തെ വിമർശിച്ചു, അതുകൊണ്ട് ചൂടാ. അതൊക്കെ അത് പുള്ളിക്കാരനായിട്ട് ഉണ്ടാക്കി വെച്ച സാധനം തന്നെയാണ്. പണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി, ഇപ്പൊ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നു. അത് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തെ ആൾക്കാർ നിർത്തിക്കോളും. അശ്വന്ത് ഗോക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അത് കാര്യം കുറെ ആൾക്കാർ പറഞ്ഞു അശ്വന്ത് ഗോക്ക് സിനിമ എടുക്കുമ്പോ എങ്ങനെ ഇരിക്കും, സിനിമ എടുത്താൽ കിടിലമായിരിക്കും. കാര്യം ഈ നമ്മള് എന്താ ക്രിട്ടിസൈസ് ചെയ്യുന്ന എല്ലാരും പിന്നെ ചെയ്യുന്നത് അടിപൊളിയായിരിക്കണം, അല്ലെ ഒരു ക്രിറ്റിസിസവും വരാൻ പാടില്ല എന്നൊക്കെ പറയണം. അത് എനിക്ക് അറിഞ്ഞൂടെ എത്ര. കാരണം നമ്മള് ക്രിട്ടിസൈസ് ചെയ്തപ്പോഴ് നിനക്കൊന്നും ഇത് അറിഞ്ഞൂടല്ലോ, നീ ആണെങ്കി ഇങ്ങനെ എടുക്കൂ, നിനക്ക് ജന്മത്തെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കണ. കോക്കിനൊക്കെ ഒരുപാട് വരുമായിരിക്കുമല്ലോ. അതേപോലെ ഒരു അറ്റാക്ക് തന്നെയാണ് ഇത്. പുള്ളി ഇത്രയും ക്രിറ്റിസിസം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പുള്ളിയുടെ, കാരണം പ്രാക്ടിക്കലി സിനിമ എടുക്കണേക്കാട്ടി വളരെ എളുപ്പമാണ് ഈ ഒരു ചെറിയൊരു ഹോട്ടൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്തിട്ട് തുടങ്ങാം. സിനിമ എടുക്കാനൊക്കെ വളരെ പാടാണ്. പക്ഷെ നമ്മൾ ഈ ക്രിറ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഒരിക്കലും ഈ ക്രിയേറ്റേഴ്സ് ആയിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വലിയ സംഭവം ഉണ്ടാവുന്ന ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ക്രിറ്റിസിസം ഷുഡ് ബി, അത് വേറൊരു രീതിയിൽ വേണം കാണാനുള്ളത്. അല്ലാതെ അത് നമുക്ക് അറിയാന്നുള്ള ഒരു ക്രാഫ്റ്റ് നിനക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്നാ മിണ്ടാതിരി, അങ്ങനത്തെ ഒരു സംസാരം അത് ശരിയല്ല. ശരിയല്ലെന്നല്ല, അത് ഒരിടത്തും ഭയങ്കര സിനിമ ക്രിട്ടിക് ആയിട്ടുള്ള ആരെടുത്താലും അവര് നല്ലൊരു സിനിമ എടുത്തിട്ടുള്ള ഒരാള് പോലും ചിലപ്പോ കാണൂല. നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് പോലും കാണൂല. അവരെടുത്തിട്ട് പോലും കാണൂല. ചിലപ്പോ അവര് നല്ല അറിവും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അവർക്കൊരു സിനിമ എടുക്കണം, അതൊരു ആർട്ടാണ്. ആ ഒരു സാധനം, എന്തൊക്കെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടും കൂടെ വേണം. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, എന്ത് പഠിച്ചാലും കിട്ടണമെന്നില്ല. അപ്പോഴത് അങ്ങനെ പറയാൻ പറ്റൂല. അപ്പോഴതിന്റെ ഒരു ഇതിലാണ് ഇത് ഒരു കൊറേയൊക്കെ പുള്ളിയോടുള്ള ഹേറ്റ്നെസ് തന്നെയാണ്. ഇത്രയും ഇത് വരുന്നത് ഹേറ്റ്നെസ്. പിന്നെ ഇത്രയും സംസാരമായതും പുള്ളി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് പുള്ളിക്ക് ഹേറ്റ് വന്നാലും പുള്ളിക്ക് ഒരു നഷ്ടവും ഇല്ല. കാരണം ഇത് ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ ചർച്ച ചെയ്യാണ്. ഇതൊക്കെ ഒരു പ്രൊമോഷനാണ്, ബ്രാൻഡ് അവയർനെസ് ആണ്. ഹംഗ്രി ഒരു ബ്രാൻഡിങ് ആണ്. നമ്മളിങ്ങനെ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ മൊത്തത്തില് ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു എറണാകുളത്ത് പോകുമ്പോ അവിടെ കയറി കഴിക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞു. പുള്ളിക്കാരന്റെ ഒരു സക്സസ് ആണ്, പുള്ളിക്കാരന്റെ മാർക്കറ്റിംഗ് ആണെങ്കിൽ. അത് നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എയറിലാണ് മറ്റേന്ന് പറഞ്ഞാലും സക്സസ് ആണത്. ഫ്രീ പ്രൊമോഷൻ ആണ്. ഒരു സാധനം പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെലവാണ്, എന്തെല്ലാം അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെലവും കാര്യങ്ങളും. വ്ളോഗറിനെ കൊണ്ടുവരണമെങ്കിൽ അതിന് വരണമെങ്കിൽ നമുക്ക് പൈസ തരണ്ടേ, ഇതിപ്പോ ഫ്രീ അല്ലേ. അതാ ഫുഡ് ബ്ലോഗർ പറഞ്ഞാൽ അതിന് പൈസ കൊടുക്കണം. അങ്ങനെ ഭയങ്കര ചെലവല്ലേ. പിന്നെ പുള്ളിക്ക് ഇനി വേറെ ഔട്ട്ലെറ്റ് ചെയ്യണമെങ്കിലോ ഇൻവെസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആൾക്കാർ കാണും. അതേപോലെ ഇതൊരു സാധനമുണ്ട്, ഞാൻ ഇതിനെ കേട്ട പുള്ളിയുടെ ഇതിൽ തന്നെ റീലിൽ തന്നെ ഒരു 36 ഇതും കൂടെ തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് മറ്റേ സ്റ്റാഫിനെ വേണം, ഇതേ വേണം എന്ന് പറയും. എന്നിട്ട് അവസാനം ഒരു ബിറ്റില് നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയും. എനിക്ക് ഇത് ലാസ്റ്റ് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ സ്റ്റാഫ് സെലക്ഷൻ എന്നുള്ളതിനേക്കാൾ അത് വേറൊരു എന്താ ഈ പതപ്പിച്ചുള്ള ഒരു സാധനമാണ്. ഒരു ഹെൽപ്പ് വേണം കേട്ടോ. ഇവിടെ ഇത്രയും പേർക്ക് പൈസ എണ്ണാൻ താല്പര്യമുണ്ട്, അല്ല പൈസ എണ്ണാൻ ഭയങ്കര പൈസ എണ്ണി തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ചുപേരുണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് അവസാനം ഇത് പറയും, അവസാനം കാര്യം പറയും. അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇത് പൈസ എണ്ണാനൊക്കെ ആൾക്കാർ കേട്ട ഇതും റീച്ചാണ്, മനസ്സിലായില്ലേ. നമ്മൾ വിചാരിക്കും അപ്പോഴവിടെ ഭയങ്കര തിരക്കാണെങ്കിൽ നല്ല ഫുഡായിരിക്കും. അങ്ങനെ അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. അത് നിങ്ങളൊന്ന് പുള്ളിയുടെ റീൽസ് ഒക്കെ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു സംഭവം ഇല്ലേ. പിന്നെ ഈ സോഷ്യൽ ഇപ്പൊ വ്ളോഗർ ആയാലും
ഭയങ്കര പവർഫുൾ ആണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രയും എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യലായിട്ട് നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധനമാണ്. ഇപ്പൊ ഷെഫ് പിള്ള തന്നെ നോക്ക്. പക്ഷെ ഇപ്പം ഷെഫ് പിള്ള പോലും ഇങ്ങനെ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പണ്ടത്തെ ഒരു എത്തിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാർക്കറ്റിംഗിൽ ഒരു എത്തിക്സ്, അങ്ങനത്തെ സാധനം കൊണ്ട് അതൊക്കെ അങ്ങ് പോയി. അത് എത്തിക്സ് ചിലപ്പോ മാർക്കറ്റിങ്ങും എത്തിക്സും, അത് എത്തിക്സ് ഇല്ലായ്മ മാർക്കറ്റിംഗിൽ ചിലപ്പോ കുഴപ്പമില്ലാന്നായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഫിലോസഫി കാണും. അതെ, എന്തോ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എല്ലാ മാർക്കറ്റ് എവറി പബ്ലിസിറ്റി ഓൾ പബ്ലിസിറ്റി ഗുഡ് പബ്ലിസിറ്റി, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. പബ്ലിസിറ്റി അങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയണം. അല്ല, അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ ട്രംപ് ആണെങ്കിൽ പോലും ജയിച്ചത് പോലും. നമ്മള് ഒരു 2000 നമ്മള് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല, ട്രംപ് പണ്ട് WWE കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ പ്രസിഡന്റ് ആവുമെന്ന്. പുള്ളി പ്രസിഡന്റ് ആയി. അപ്പൊ അത് 2 തവണ. അപ്പൊ അത് ഐ ഡോണ്ട് നോ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വല്ലാണ്ട് ഒരു സംഭവമാണ്. വല്ലാതെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലൊരു റെസ്റ്റോറന്റോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് എന്തെങ്കിലും ഒരു സാധനം തുടങ്ങണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പണ്ട് ഒരു ആൾക്കാര്. ഇപ്പം ദയാ കൃഷ്ണയുടെ പ്രസവം തന്നെ നല്ല രീതിയിൽ അത് ഫുൾ രീതിയിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിരിക്കണം. നമ്മളൊരു ഇത്ര ഒരു 2-3 കൊല്ലം മുമ്പോ 2017-18 ഇങ്ങനത്തെ സാധനമേ ഉണ്ടാവൂല. ആൾക്കാരെ മെന്റാലിറ്റി മാറി. ഇപ്പം വീട്ടിലുള്ള നമ്മളെ ഫാമിലിയിലുള്ളവർ തന്നെ അത് കാണാം എന്ന് വെച്ചാൽ ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് സ്മാർട്ട് ഫോൺ എത്തി, അവർ കൂടുതൽ ഉപയോഗിച്ച് അവർ എക്സ്പ്ലോർ ചെയ്യണ ഒരു ടൈമാണ്. നമ്മളെ അമ്മയച്ഛൻ വീട്ടിലുള്ളവര്. അല്ല, ഈ അമ്മയച്ഛൻ ഇപ്പൊ അമ്മമാരാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറെ നാൾ മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രസവ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ അത് എന്തിനാ ഇങ്ങനെ കേട്ടത്, ഇത് നീ ഒരു സ്ത്രീയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ഇപ്പോഴവർക്ക് അവര് പറയണത് എനിക്ക് ആ പഴയ വേദന ഫീൽ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവരും മാറി, ടോട്ടലി മാറി. വീട്ടുകാരെ പണ്ട് കളിമണ്ണ് സിനിമയില് ശ്വേതാമേനോൻ ആയപ്പോഴും ഒരുപാട് വിമർശനവും ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയൊരു സീനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്ളോഗായിട്ട് ഫുൾ ഒരു സാധനം ഫുൾ ഒരു ഷൂട്ട് ചെയ്ത് ഫുൾ ഫാമിലി. അതൊന്നും ഇപ്പോഴും അത് എല്ലാരും അവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് അല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്. നെഗറ്റീവ് ആവണോന്നല്ല, അത് നന്നായിട്ടാണ് അവർ ഷൂട്ട് ചെയ്ത്, നന്നായിട്ടാണ് അത് എഡിറ്റ്. എന്ന് വെച്ചാൽ നമുക്കും ഇത്രയും നമുക്കും അറിയാൻ പറ്റുമല്ലോ സംഭവത്തിനെ പറ്റി ഒരു ഇതും കൂടെ ആണ്, ഒരു അവയർനെസ് ആണ്. പിന്നെ ഫാമിലി എല്ലാരും വന്ന് നിൽക്കുമ്പോ അവർക്കുണ്ടാണ് കംഫർട്ട്. അതൊക്കെ അത് ഒരു പുതിയൊരു സാധനം തന്നെയാണ്. അത് കുറെ ആൾക്കാര് ചിലപ്പോ അത് മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു സമയത്ത്. ഇപ്പൊ ആൾക്കാർ ഇത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി വരണ ആൾക്കാർക്കും ഒരാള് ഭർത്താവ് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അമ്മ കൂടെ നിൽക്കണം, അവരെ കൂടെ നിൽക്കണം, അവർക്കൊരു സപ്പോർട്ടായി. കാരണം പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അല്ലേ, കിംസിലെ സ്യൂട്ട് റൂമിന് ഭയങ്കര ബുക്കിംഗ് ആയി. പിന്നെ എപ്പിഡ്യൂറൽ എടുത്തിട്ടാണ് പുള്ളിക്കാരിയുടെ എപ്പിഡ്യൂറൽ എടുത്തിട്ടാണുള്ളത്. അതിനും വേദന ഉണ്ടെന്നൊക്കെ വെച്ചാൽ അതിനും ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. അതും അത്ര ഇതല്ല, പെയിൻ ഫ്രീ അല്ല എന്നുള്ള ഒരു കാര്യം കുറെ അവയർനെസ് ഉണ്ട്. കേരളം കത്തിയില്ലേ അല്ലേ, എന്ത് റീച്ചും. അതൊരു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ആണ് കുറച്ചുകൂടെ ഇപ്പൊ നമ്മുടെ ഡിസിഷൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്താണ് നമ്മൾ എടുക്കേണ്ടത്, എന്താണ് ചൂസ് ചെയ്യേണ്ടത്. പണ്ടും പറഞ്ഞിട്ടുണ്ട് ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനിപ്പോ നമ്മള് കൂടുതൽ നമ്മളെ എന്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് യൂട്യൂബ് അൽഗോറിതവും ഇൻസ്റ്റാഗ്രാം അൽഗോറിതവും ഒക്കെയാണ് ഇപ്പൊ തീരുമാനിക്കുന്നത്. ശരിയാ. പിന്നെ നമ്മൾ കേബിൾ ടി വിന്ന് ഉള്ളൊരു ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ആൾക്കാർ കേബിൾ ടി വി വളരെ കുറഞ്ഞു വന്നിട്ട് മൊബൈലിലും യൂട്യൂബും
OTT ഒക്കെ ആയി തുടങ്ങണ ഒരു ടൈമാണ്. അതാണ് ഇത്രയും ഫാമിലി വ്ളോഗ്സിന് ഇത്രയും ഭയങ്കര രീതിയിലുള്ള ഡിമാൻഡും. ഈ ടിവിക്ക് കുറച്ചുകൂടെ നമുക്കൊരു ബാരിയർ ഉണ്ടായിരുന്നു. അതായത് അത് ആക്ടേഴ്സ് ആണ്, അത് റിയൽ ലൈഫ് അല്ല, അതിങ്ങനെ സിനിമയ്ക്ക് കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും സീരിയലിന് കുറച്ചുകൂടെ ഒരു ബാരിയർ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ റിലേറ്റബിൾ ആണെങ്കിൽ പോലും അതിനൊരു ബാരിയർ ഉണ്ടായിരുന്നു, ഇത് അങ്ങനെയാണ് ഇതാണെന്നുള്ളത്. പക്ഷെ ഈ യൂട്യൂബിലെ അല്ലെങ്കിൽ വ്ളോഗ് എന്നുള്ള സംഭവമൊക്കെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രസവമായാലും ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയാലും അതിന് കൂടുതൽ ആൾക്കാർ കാണുന്നത്, കൂടുതൽ ആൾക്കാർ അറ്റാച്ച്ഡ് ആവുന്നത് ഒക്കെ അതുകൊണ്ട്. കാരണം നമ്മളെയും കൂടെ ഉൾപ്പെടുത്തും, നമ്മളും കൂടെ അവരും അവരുടെ കൂടെയാണെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമുക്ക് അത് കണ്ടിരിക്കാനും, ഒരു വ്ളോഗൊക്കെ സാധാരണ ഒരു ജീവിതത്തിൽ നടക്കണ ഒരു സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കുമെന്നൊക്കെ പണ്ടാണെങ്കിൽ വിചാരിക്കുമോ, നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടേ? പക്ഷെ അതും എന്റർടൈനിങ് ആണ്. നമ്മളും അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ നമ്മള് പറഞ്ഞു തന്നത് പാപ്പരാസി എന്നാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മളിതാ യൂട്യൂബ് അല്ല, സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ കത്തി നിൽക്കുന്ന ഇൻഫ്ലുവൻസിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഇനി സ്റ്റുഡിയോ സെറ്റ് ചെയ്യണ വ്ളോഗൊക്കെ ഇനി നമ്മൾ കൺവേർഷൻ ഒക്കെ വരും. നമ്മൾ ഫർണിച്ചർ ഒക്കെ നോക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ എന്തെങ്കിലും നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ, അതിന്റെ ഇടയിൽ കൂടെ വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യുക, DM ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഫോട്ടോസ് ഒക്കെ അയച്ചു തരിക. നമ്മൾ വേണ്ടത് സോഫ, പിന്നെ കസേരകൾ, പിന്നെ എന്തിനു വേണം? AC. അല്ല പറയുമ്പോ എല്ലാം പറയണല്ലോ. അല്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തായാലും പറ, നമുക്ക് ഒരു സ്റ്റുഡിയോക്ക് അല്ലെങ്കിൽ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണം. ഒരാള് പുറത്തോട്ട് പോണെങ്കിൽ, ഗൾഫിലോട്ടോ പുറത്ത് പോണെങ്കിൽ, അവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാ, നമ്മളൊരു എമൗണ്ടിന് നമുക്കത് മേടിക്കാം. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും എന്തായാലും വീഡിയോകളിൽ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.